ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റവ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരമാണിത്. ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരുമിച്ച് ചതച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിനും നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഇത് കളർ ചേഞ്ച് ആയിക്കൊണ്ട് ഈ ഒരു പരുവത്തിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 സബോള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് വേണ്ടിയിട്ടുള്ള അളവിലാണ് ഞാനിതെല്ലാം എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ റവ എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് സവോള മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നേരത്തെ ഇട്ട് കൊടുക്കുന്നത് സവോള നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ സവോള ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. 2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. ഇനി ഇത് തുറന്നു നോക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കണം. പൊടിയിട്ട് കൊടുത്തതിന് ശേഷം ഇത് 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഉള്ളി നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരും. ആദ്യം ഇതിലേക്ക് 1/4 സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് നന്നായിട്ട് വേണം എന്നുള്ളവർക്ക് സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് ഒരുപാട് എരിവൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ വേറെ പൊടികളും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് പൊടികളൊക്കെ വേറെയും ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വാടി കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ 250 ഗ്രാം കപ്പിൻ്റെ അളവിൽ 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ഗ്രാം കപ്പിൻ്റെ അളവിന് 1 കപ്പ് റവയ്ക്ക് വേണ്ടിയാണ് 2.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ചേക്കാം. ഇപ്പോൾ ഈ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ അടപ്പൊന്ന് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ ഒന്നിച്ചിട്ട് കൊടുക്കാതെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആദ്യമേ തന്നെ ഒന്നിച്ചിട്ട് കൊടുത്താൽ എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. ഇപ്പോൾ ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ കട്ട കെട്ടാതെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ റവ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറുന്നവരേക്കും വെയിറ്റ് ചെയ്യണം. നല്ലോണം ചൂടാറണ്ട. ഒരു പകുതി ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കൈകൊണ്ട് കുഴയ്ക്കാനൊക്കെ പറ്റുന്ന ആ ഒരു ചൂടാകുമ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യമേ തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കൈ ആദ്യം വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം വേണം ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വെള്ളം പോരാ എന്ന് തോന്നുന്നെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇതുപോലെ കയ്യിൽ തന്നെ വെള്ളം കോരിയെടുത്ത് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറുതായിട്ട് ബോൾസ് ആക്കി എടുക്കണം. അതിനായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു അളവിൽ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാ മാവിലും ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു അളവിൽ എല്ലാ മാവും ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായി ഇതിലേക്ക് വേണ്ടുന്ന ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൈകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിരുമിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുത്തത് കറിവേപ്പിലയുടെ നല്ലൊരു മണം കിട്ടാനാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു റവയുടെ മാവ് ഇതിലേക്കൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 എണ്ണമാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഓരോന്നും മുട്ടയിൽ മുക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗവും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഈ 4 എണ്ണവും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കറിയൊന്നും വേണ്ടാത്ത നല്ലൊരു റെസിപ്പിയാണിത്. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.